ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അതിശയകരമായി സർവേശ്വരൻ നമ്മളെ വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, നിന്റെ ബലഹീനത നിനക്കറിയാമോ? നമുക്കെല്ലാവർക്കും ഒരു ബലഹീനതയുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം 2 കൊരിന്തോസ് 12-ാം അധ്യായം 9-ാം വാക്യമാണ്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. ഇവിടെ പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു ബലഹീനത ഉണ്ടായപ്പോൾ കർത്താവിനോട് 3 പ്രാവശ്യം അപേക്ഷിച്ചു ഇത് എന്നിൽ നിന്ന് വിട്ടുമാറിപ്പോകുവാൻ വേണ്ടി. പക്ഷേ കർത്താവ് നൽകിയ മറുപടിയാണ് വചനത്തിലൂടെ നമ്മൾ ഇപ്പോൾ വായിച്ചത്. നമ്മുടെ ജീവിതത്തിലും വിട്ടുമാറാത്ത ഒരു ബലഹീനത നമുക്കുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ ദേഷ്യ സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന നിരന്തരമായ തെറ്റായ വാക്കുകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ ആസക്തികളായിരിക്കാം, നമ്മുടെ അധികാര മോഹങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ രഹസ്യ പാപ സ്വഭാവങ്ങളായിരിക്കാം. എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ മാറാതിരുന്ന ബലഹീനത പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ വിട്ടുമാറാത്ത ബലഹീനത ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകാം. ആ ബലഹീനത 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ഒന്ന്, നമ്മൾ ബലഹീനനാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് തന്നെ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ആ ബലഹീനത നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ഒരു ചിന്ത വരാതിരിക്കുവാൻ, ഒരു അഹങ്കാരി ആകാതിരിക്കുവാൻ വേണ്ടിയാണ് ആ ബലഹീനത നമ്മുടെ കൂടെയുള്ളത്. രണ്ടാമതായി, നമ്മൾ കർത്താവിൽ നിരന്തരം ആശ്രയിക്കണം എന്ന് അത് നമ്മളോട് പറയുകയാണ്. മൂന്നാമതായി, കർത്താവിൻ്റെ കൃപയിൽ മാത്രമേ ഈ ബലഹീനതയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ബലഹീനത നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കാരണങ്ങളാണ് നമ്മുടെ ഉള്ളിലെ ബലഹീനത നമ്മളോട് നിരന്തരമായി പറയുന്നത്. ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിനോട് നിരന്തരം ചോദിക്കാം. പൗലോസ് ശ്ലീഹ 3 പ്രാവശ്യം അപേക്ഷിച്ചെങ്കിൽ നമുക്കൊരു 30 പ്രാവശ്യമെങ്കിലും ഈ നോമ്പ് കാലങ്ങളിൽ നമ്മുടെ ബലഹീനത തിരിച്ചറിഞ്ഞ് എൻ്റെ ബലഹീനത ഒന്ന് മാറ്റിത്തരണമേ എന്ന് നിരന്തരമായി കർത്താവിനോട് അപേക്ഷിക്കാം. അപ്പോൾ കർത്താവ് തരുന്ന മറുപടി ഇത് തന്നെയായിരിക്കും: എൻ്റെ കൃപ നിനക്ക് മതി. നാളത്തെ വിശുദ്ധ ദിവസത്തിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ബലഹീനത പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുക. അവിടുന്ന് ഈ നോമ്പ് കാലങ്ങളിൽ തീർച്ചയായും ഈ ബലഹീനതയെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മളിലേക്ക് കർത്താവ് ചൊരിഞ്ഞു തരുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് നാളത്തെ ദിവസം നമ്മുടെ ബലഹീനതയെക്കുറിച്ച് മാത്രമായിരിക്കണം കർത്താവിനോട് നമ്മൾ സംസാരിക്കേണ്ടത്. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.